കടമെടുപ്പിൽ തിരിച്ചടി എന്ന ചോദ്യത്തിന് തിരിച്ചടിയാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയമായ ചില നേട്ടങ്ങളുണ്ട്. ഒരു ചർച്ചയ്ക്ക് വഴിവെക്കുന്നു എന്ന രൂപത്തിൽ കേരളത്തിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് ആ രൂപത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടും. ഈ ഭരണഘടനയുടെ 293 അനുച്ഛേദം നിയമപരമായ വ്യാഖ്യാനങ്ങൾക്ക് വിധേയമായിട്ടില്ല എന്ന് സുപ്രീം കോടതി പറയുമ്പോൾ അത്തരമൊരു ചർച്ചയ്ക്കായിട്ടാണ് 5 അംഗ ബെഞ്ചിലേക്ക് വിടുന്നത്. ഇത് KN ബാലഗോപാൽ പറഞ്ഞ കാര്യം ശരിയാണ്. ഗൗരവതരമെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. തുടക്കത്തിലെ തള്ളിക്കളയണമെന്ന് കേന്ദ്രം ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ്. പക്ഷേ അങ്ങനെ തള്ളിക്കളയാതെ 5 അംഗ ബെഞ്ചിൽ വിടുന്നു എന്നുള്ളതും ഈ കേന്ദ്ര സംസ്ഥാന ബന്ധത്തിൽ സുപ്രീം കോടതിയിൽ നിന്നുള്ള സുപ്രധാനമായ തീരുമാനമായിട്ട് തന്നെ അതിനെ കാണാം. പക്ഷേ സാമ്പത്തികമായി കടമെടുപ്പിൽ കേരളത്തിന് അത് തിരിച്ചടിയാണ്. കാരണം കേന്ദ്രത്തിൻ്റെ സത്യവാങ്മൂലമാണ് ഇതിൽ സുപ്രീം കോടതി മുഖവിലക്കെടുത്തത് എന്നുള്ളതാണ്. ഈ സത്യവാങ്മൂലത്തിൽ പറയുന്ന അതേ വാചകങ്ങൾ അതേപടി തന്നെ ഈ വിധിയിലും പറയുന്നുണ്ട്. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക കെടുകാര്യസ്ഥത മൂലമുള്ള പ്രശ്നം പരിഹരിക്കാൻ ബെഞ്ചിനാകില്ല എന്നൊരു പ്രയോഗം തന്നെ കോടതി നടത്തിയിരിക്കുന്നു. If the state has essentially created financial hardship because of its own financial management, such hardship cannot be held to be an irreparable injury that would necessitate. അങ്ങനെ ഉണ്ടെങ്കിൽ ശരിയാണ്. ശരി, അതിലെ വാചകങ്ങളാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കിഫ്ബി വഴി പെൻഷൻ കമ്പനിയും എടുത്തിരിക്കുന്ന കടം സംസ്ഥാനത്തിന്റെ പൊതുകടം എന്ന കേന്ദ്രവാദം അത് സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. കിഫ്ബി വേണ്ടെന്നുള്ള അഭിപ്രായം ഉണ്ടോ ആർക്കെങ്കിലും? അല്ല, ഞാൻ പറയുന്നത് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന എന്ന ഉത്തരവിന്റെ വിശദാംശങ്ങളാണ് എൻ്റെ അഭിപ്രായമായിട്ടല്ല പറഞ്ഞത്. അത് നമ്മളെ സംബന്ധിച്ച് അതൊരു ഉദ്ദേശിച്ച കാര്യം നടന്നിട്ടില്ല. ഇപ്പോൾ അടിയന്തരമായി 10,000 കോടി കിട്ടുമെന്നൊരു പ്രതീക്ഷ കേരളത്തിനുണ്ടായിരുന്നു. കാരണം ഇത്രയും ദിവസത്തെ വാദത്തിനിടയ്ക്കൊക്കെ അനുകൂലമായ ചില പരാമർശങ്ങളിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തുണ്ടായിരുന്നു. അതൊരു വലിയ പ്രതീക്ഷയായിരുന്നു. ആ പ്രതീക്ഷ അസ്ഥാനത്തായി എന്നുള്ളിടത്താണ് ഞാൻ പറയുന്നത് കടമെടുപ്പിൽ തിരിച്ചടിയാണ് എന്നുള്ളത്. കാരണം ഇതൊരു ക്രൂഷ്യലായ മന്താണ്, ഇലക്ഷൻ മന്താണ്. വിഷുവിന് മുമ്പ് 2 ഗഡു ക്ഷേമ പെൻഷൻ നൽകേണ്ടതുണ്ട്. കരാറുകാരുടെ പെൻഷൻ്റെ ബില്ല് കൊടുക്കേണ്ടതുണ്ട്. ഈ സാമ്പത്തിക മാനേജ്മെൻറ്റ് ഈ മാസം എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ ചെയ്യാൻ പോകുന്നത് എന്നുള്ള വലിയ പ്രതിസന്ധിയാണ്. എങ്ങനെ അതിജീവിക്കുമെന്നുള്ള വലിയ പ്രതിസന്ധി അവിടെ നിൽക്കുന്നു. അതുകൊണ്ടാണ് ഇത് തിരിച്ചടിയാണ് എന്ന് പറയുന്നത്. അതേസമയം ഈ 5 അംഗ ബെഞ്ചിൽ വിട്ടുകൊണ്ടുള്ള വലിയൊരു ചർച്ച മറ്റ് വികസിത സംസ്ഥാനങ്ങളുടെ വിഷയം കൂടി കേരളം ഏറ്റെടുത്ത് കോടതിയുടെ മുന്നിൽ എത്തിച്ചിരിക്കുന്നു. ആ രൂപത്തിൽ ചർച്ച പോകുന്നു എന്നുള്ള കാര്യം അല്ല ഞാൻ പറയുന്നത്. മറ്റ് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ നിലവാരം ഉയർന്നതുകൊണ്ട് നമുക്ക് പണം നൽകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട വാദം. അത് ശരിയായ വാദമാണ്. തെറ്റായിട്ട് വേറെ രൂപത്തിലല്ല അത് പറഞ്ഞത്. നമ്മൾ സാമ്പത്തികമായും അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായൊക്കെ അത്യാവശ്യം നന്നായി ഉയർന്ന നിലയിൽ നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് നമുക്കുള്ള ഷെയർ കുറയുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് കേരളം ചൂണ്ടിക്കാണിക്കുന്ന വിഷയമാണ്. ആ രൂപത്തിൽ അതൊരു ചർച്ചയിലേക്ക് പോകുന്നു എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ നോക്കുമ്പോൾ കടമെടുപ്പിൽ ഈ പണത്തിൻ്റെ കാര്യത്തിൽ തിരിച്ചടിയാണ്. സുജയ. Meet the editors.